Hi everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ തേർഡ് സെമിസ്റ്ററിലെ Bcom BBA സ്റ്റുഡൻസിന്റെ BNM എന്ന സബ്ജക്റ്റിന്റെ MCQ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾക്ക് വേണ്ടി ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ 2023യുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 51ാമത്തെ ചോദ്യം മുതൽ ഇങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ 51ാമത്തെ ചോദ്യം, 1 point of intersection of the less than and more than ogive corresponds to median എന്നാണ് ആൻസർ. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഹിസ്റ്റോഗ്രാം ഒരു ഗ്രാഫാണ്. ബാർ ഡയഗ്രാംസ് ആർ one dimensional. In drawing a histogram, y-axis represent frequency. Histogramil y-axis എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. For drawing histogram, the data should be continuous. Histogramil data continuous ആയിരിക്കും. Then for open-end class, one best measure of central tendency is median. ഓപ്പൺ എൻഡ് ക്ലാസ്സിൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മീഡിയൻ ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് കേട്ടോ. then അടുത്തത് ദ പ്രസൻസ് ഓഫ് എക്സ്ട്രീം ഒബ്സർവേഷൻ എഫക്ട്സ് അരിത്തമെറ്റിക് മീൻ എന്നാണ് പറയുന്നത്. then which of the following measure is based on all the observation? എല്ലാ ഒബ്സർവേഷനും ബേസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? അരിത്തമാറ്റിക് മീൻ ആണെങ്കിലും ജോമെട്രിക് മീൻ ആണെങ്കിലും ഹാർമോണിക് മീൻ ആണെങ്കിലും എല്ലാം വരുന്നുണ്ട്. സോ ഓൾ ആണ് ആൻസർ. അടുത്തത് വാട്ട് ഈസ് ദ മീഡിയൻ ഫോർ ദി ഫോളോയിങ്? താഴെ കൊടുത്തിട്ടുള്ള മീഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇതേപോലെ നമ്മൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മീഡിയൻ കാണാനായിട്ട് സാധിക്കും. സോ 4 ആണ് ആൻസർ. ഇനി അടുത്തത് ഡാഷ് ഈസ് കോൾഡ് പൊസിഷണൽ മെഷർ. മീഡിയനെയാണ് പൊസിഷണൽ മെഷർ എന്ന് വിളിക്കുന്നത്. then which one is an absolute measure of dispersion? absolute measure of dispersion ഇതിൽ ഏതാണ്? എല്ലാം വരുന്നുണ്ട്. സോ ഓൾ ആണ് ആൻസർ. അടുത്തത് which is the best measure of dispersion? ഇതിൽ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ഏതാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇതിൽ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. the distribution for which CV is less is dash consistent, more consistent. One distribution for which CV is more variable. അപ്പോൾ രണ്ടും more തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. then measure of dispersion based on all the observation of the series is SD. ലോറൻസ് കർവ് ഈസ് യൂസ് ടു സ്റ്റഡി ഡിസ്പേർഷൻ. ഡിസ്പേർഷനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ലോറൻസ് കർവ് എന്ന് പറയുന്നത്. ഇഫ് മീൻ ഈസ് 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 15, then CV എന്തായിരിക്കും? 15 തന്നെ ആയിരിക്കും. then which device is good to measure the variation in open-end distribution? open-end distributionന്റെ വേരിയേഷൻസ് മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് QD ആണ്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്. then അടുത്തത് which measure ensure highest degree of reliability? highest degree of reliability SD ആണ്. the range of a series is 15 and its maximum value is 50, then the minimum value എന്ന് പറയുന്നത് 35 ആയിരിക്കും. the best average to analyze the speed അനലൈസ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് HM ആണ്. അടുത്തത് to find the median, arrange the data in dash, ascending or descending order. നമ്മൾ മീഡിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ നേരത്തെ എഴുതിയില്ലേ, നമ്മളതിനെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തത് 73ാമത്തെ ചോദ്യം, അരിത്തമെറ്റിക് മീൻ ഈസ് എ ഡാഷ്. അതൊരു മാത്തമാറ്റിക്കൽ ആവറേജ് ആണ്. then AM of 2406 ഈസ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ AM ഓഫ് ദി സീരീസ്, ഈ സീരീസിൻ്റെ AM ആണ് 3 എന്ന് പറയുന്നത്. അടുത്തത് മീൻ ഓഫ് 3 items is 40, 2 items are 30 and 50. വാട്ട് ഈസ് ദ ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 40 ആണ് ഓർഡർ ആയിട്ട് വരുന്നത്. then HM is the reciprocal of the AM of reciprocal of the observation. അപ്പോൾ HM is the reciprocal of the AM of reciprocal of the observation. HM ആണ് ആൻസർ. then mean and median of a series are 30, which is what is the mode 30 തന്നെ ആയിരിക്കും. then in pie diagram aggregate is shown by the means of a pie diagram. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? സർക്കിളിലാണ് വരയ്ക്കുന്നത് അല്ലേ. then in pie diagram deviations are shown by the means of circle or sector.
in one dimensional diagram, dash will represent the magnitude of the observation. Height will represent the magnitude of the observation. Then line diagram are dash dimensional diagram. Line diagram എന്ന് പറഞ്ഞാൽ 1 dimensional diagram ആണ്. പൈ ഡയഗ്രംസ് ആണെങ്കിൽ 2 dimensional diagram ആണ്. അടുത്തത് ഫ്രീക്വൻസി ഓഫ് ഓൾ ദ പ്രൊസീഡിംഗ് ക്ലാസ്സസ് ആർ ആഡഡ് ടു ദ ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ്. ഇറ്റ് ഈസ് കോൾഡ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. Then frequency of all the class succeeding the classes are added to the frequency of a class. It is called a more than cumulative. Then 85ാമത്തെ ചോദ്യം, dash is the proper scrutiny of the collected data to avoid various types of errors. Classification ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. Then dash data are in the shape of raw material. പ്രൈമറി ഡാറ്റയിനെയാണ് നമ്മളെപ്പോഴും ഒരു റോ ആണത്, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ഡാഷ് ഡാറ്റ ആർ ഇൻ ദ ഷേപ്പ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനി നമുക്കതിലൊന്നും ചെയ്യാനില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഗുഡ്സിനെ നമ്മൾ വിളിക്കുന്ന മീൻസ് അത്രയും അടിപൊളിയായിട്ടുള്ള ഡാറ്റയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡാറ്റ. 88ാമത്തെ ചോദ്യം, കളക്ഷൻ ഓഫ് ഡാഷ് ഡാറ്റ ഇൻവോൾവ്സ് ലാർജ് എക്സ്പെൻസസ്. കളക്ഷൻ ഓഫ് പ്രൈമറി ഡാറ്റയിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉള്ളത് കേട്ടോ. ദെൻ അടുത്തത്, ഡാഷ് ഈസ് ഫിൽഡ് ബൈ ദ ഇന്യൂമറേറ്റർ. ഷെഡ്യൂൾ ഈസ് ഫിൽഡ് ബൈ ദ ഇന്യൂമറേറ്റർ. ദെൻ ഡാഷ് ഈസ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻസ്. ക്വസ്റ്റ്യനെയർ ഈസ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻസ്. ദെൻ 91ാമത്തെ ചോദ്യം, ദ ക്ലാസിഫിക്കേഷൻ 0-50, 50-100, 100 to 150. ഇത് എക്സ്ക്ലൂസീവിനുള്ള എക്സാമ്പിളാണ്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ, 50, 0 to 50, ആ 50 തന്നെ വീണ്ടും അടിയിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാണ്. ദെൻ അടുത്തത് ഇതേ ടൈപ്പ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു 49ാമത്തെ 50ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ 10 to 19, 20 to 29, 30 to 39. ഇവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് എന്തിനുള്ള എക്സാമ്പിളാണ്, ഇൻക്ലൂസീവിനുള്ള എക്സാമ്പിളാണ്. ദെൻ അടുത്തത്, ഇഫ് ദ മിഡ് വാല്യൂ ഓഫ് ക്ലാസ്സസ് ആർ 2.5, 7.5, 12.5, 17.5, ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് 0 to 5 ആയിരിക്കും. അടുത്തത്, വെൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. ഇവിടെ കണ്ടില്ലേ 0 to 50, 50 to 100, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ ലോവർ ലിമിറ്റ് അടുത്തതിന് വരുമ്പോൾ അപ്പർ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ എക്സ്ക്ലൂസീവ് ആണ്. ദെൻ അടുത്ത ചോദ്യം, വെൻ ദ അപ്പർ ലിമിറ്റ് ഓഫ് എ ക്ലാസ് ഇസ് നോട്ട് ദ ലോവർ ലിമിറ്റ്. നോട്ട് അതായത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ഇൻക്ലൂസീവ് ആണ്. ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ ഡാറ്റ ഇൻ ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു സിമിലാരിറ്റീസ് ഈസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. Classification is the process of arranging the data in dash. Arrange the data in different groups. Then 98ാമത്തെ ചോദ്യം, tabulation is the presentation data in rows and columns. നമുക്കറിയാം ടേബിൾ ആക്കാന്ന് പറഞ്ഞാൽ അത് rows and columns ആയിരിക്കും. Then classification is one of the method of dash data, organizing the data. 100ാമത്തെ ചോദ്യം, frequency distribution is dash. Frequency distribution is a table. Circle diagram is also called a pie diagram. Circle diagramത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് pie diagram എന്നുള്ളതാണ്. Diagrams are tools of dash. Diagrams എന്ന് പറയുന്നത് presentation of data ആണ്. Then when the distribution is symmetrical mean median mode coincide എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Then 104ാമത്തെ ചോദ്യം, which measure of dispersion is the quickest to compute? നമുക്ക് ഏറ്റവും വേഗത്തിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് റേഞ്ച് ആണ്. അതിൻ്റെ റേഞ്ചിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ CV is equal to ഓപ്ഷൻ A ആണ് അതിൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. ദെൻ ഡാഷ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി. അപ്പോൾ സ്ക്യൂനെസ് ഒക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദെൻ 107ാമത്തെ ചോദ്യം, when mean is less than median and median is less than mode, the distribution is called negatively skewed. പോസിറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് സ്ക്യൂനെസ് ആയിരുന്നു 2 മാർക്കിന് കഴിഞ്ഞ കൊല്ലം ചോദിച്ചിരുന്നത്. ഫോർ എ ഡാഷ് സ്ക്യൂഡ് കർവ് ദർ ഈസ് എ ലോങ്ങർ ടെയിൽ അറ്റ് ദ റൈറ്റ്. അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് കർവ് ആണെങ്കിലാണ് അങ്ങനെ ഉണ്ടാവുക. ദെൻ ഫോർ എ ഡാഷ് സ്ക്യൂഡ് കർവ് ദർ ഇസ് നോ ലോങ്ങർ ടെയിൽ ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡ് കർവ് ആയിരിക്കും. ദെൻ സ്ക്യൂനെസിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ ST എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. ദെൻ അടുത്ത ചോദ്യം, വെൻ എ ഫ്രീക്വൻസി കർവ് ഈസ് മോർ പീക്ഡ് ദാൻ ദ നോർമൽ കർവ് ഇറ്റ് ഈസ് കോൾഡ് ലെപ്റ്റോ കർട്ടിക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ദെൻ വെൻ എ ഫ്രീക്വൻസി കർവ് ഈസ് മോർ ഫ്ലാറ്റ് ടോപ്ഡ് ദാൻ ദ നോർമൽ കർവ് ആണെങ്കിൽ അത്
plateautic ആണ്. When a curve is neither peaked nor flat ആണെങ്കിൽ അത് mesokurtic ആണ്. Then dash indicates whether a distribution is flat, topped or peaked. kurtosis ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ kurtosis എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ്സ് ആർ all of these. ഈ താഴെ പറയുന്ന എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സ് ആണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ all this എല്ലാതും വരുന്നുണ്ട്. ദെൻ statistics defined in terms of numerical data in the plural sense എന്നുള്ളതാണ് ആൻസർ. എക്സാമ്പിൾ ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിന് എക്സാമ്പിൾ ആണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ 120ാമത്തെ ചോദ്യം എക്സാമ്പിൾ ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇതിൽ ഒന്നുമല്ല, സോ നൺ എന്നാണ് ആൻസർ വരിക. ലോട്ടറി മെത്തേഡ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് unrestricted. Unrestricted example ആണ് ലോട്ടറി മെത്തേഡ്. Then dash refers to the column heading. Caption refers to the column heading. Then dash are the designations of the row heading. Stub are the designation of the row headings. Then dash used to give quantitative information on a geographical basis. Cartograms ആണ് quantitative information ആണ് geographical basisന് ഉപയോഗിക്കുന്നത്. ദെൻ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ മോഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ് മോഡ് എന്ന് പറയുന്നത്. ദെൻ കോയിഫിഷ്യൻറ്റ് റേഞ്ചിൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. L മൈനസ് എസ് ഡിവൈഡഡ് ബൈ L പ്ലസ് എസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. Q3 മൈനസ് Q1/2 ആണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ്റെ ഇക്വേഷൻ. Then dash is concerned with the amount of variation rather than with its direction. Dispersion ആണ് ആൻസർ. Dash tells about the direction of the variation. Skewness ആണ് direction of the variationനെ കുറിച്ച് പറയുന്നത്. Then അടുത്തത് Q3 plus Q1 minus 2 median is 0 എന്നാണ് ആൻസർ. Then Q3 minus median is equal to median minus ഇതിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് 132ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ദെൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല, സി ആണ് ആൻസർ. ദെൻ 133ാമത്തെ ചോദ്യം ഇൻ മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ ആവറേജ് ഈസ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ദെൻ കെല്ലീസ് കോയിഫിഷ്യൻറ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ബേസ്ഡ് ഓൺ പെർസെൻറ്റൈൽസ്. ദെൻ 135ാമത്തെ ചോദ്യം ഇൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മീൻ മോർ ദാൻ മീഡിയൻ മോർ ദാൻ മോഡ് കൂടുതലായിട്ടാണ് വരിക. ദെൻ തിയററ്റിക്കലി ദ ബെസ്റ്റ് ആവറേജ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ ഈസ് ജോമെട്രിക് മീൻ. ദെൻ വെൻ ഡാറ്റ ആർ ഒബ്സർവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദ ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് chronological. Then next question, the number of observations corresponding to a particular class is known as frequency. Geographical classification means the classification of data according to location. Location ആണ് ആൻസർ. Then 140ാമത്തെ ചോദ്യം the number of types of cumulative frequency. Cumulative frequency 2 ആണ് കേട്ടോ. Then the algebraic sum of deviation from their mean is 0. Which one of the following is not uniquely defined? Not uniquely defined mode ആണ്. The value around which the items of the distribution are heavily concentrated is mode. When Q1 is equal to 20, Q3 equal to 30, then QD എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് നമ്മൾ മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. 30 - 20 10, 10/2 5. Then if each value is multiplied by 10, the CV will be increased by 0%. Then last question, a time series is a set of values arranged in dash order, chronological order. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാർട്ട് 2 വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിലൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം ഇക്വേഷൻസും പിന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും ആണ്. പാർട്ട് 1 കുറേ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു, അതിൽ കുറേയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് BNMൻ്റെ മൊത്തം MCQകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഞാൻ ഇതിൻ്റെ ആൻസർ ക്യൂ ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഞാൻ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ആൻസർ ക്യൂ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ.
മൊത്തം നമുക്ക് 146 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത് നമ്മുടെ MCQവിൽ. അപ്പോൾ BNMൻ്റെ ഓവറോൾ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തു. 2023 ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററീത്തെയും തിയറീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ നമ്മൾ പ്രോബ്ലംസ് ചെയ്തിട്ടിട്ടുണ്ട്. വെറൈറ്റി പ്രോബ്ലംസ് കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.